പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന ഈ സമയത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ച് വചനത്തിൻ്റെ അർത്ഥവും ആഴവും ഗ്രഹിക്കാൻ തക്കവിധം ഞങ്ങളുടെ മനസ്സിനെ തുറന്നു തരണമേ. എമാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ യേശുക്രിസ്തു വചനം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾ ജ്വലിച്ചതുപോലെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ ജ്വലിപ്പിക്കണമേ. ആത്മാവിൽ ഉള്ള ജീവിതത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്ന ഈ സമയത്ത് ആത്മാവിൽ കൃപയിൽ മുന്നേറാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഉള്ളിലേക്ക് വരണമേ. ഞങ്ങളുടെ ഹൃദയ വയലുകളെ വചനം സ്വീകരിക്കാൻ പാകത്തിന്, ഫലം പുറപ്പെടുവിക്കാൻ പാകത്തിന് അവിടുന്ന് ഒരുക്കിയെടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇപ്പോൾ ഇന്ന് തിരുവചനത്തിൽ ചിന്തിക്കുന്നത് ആത്മാവിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൃപയിൽ എങ്ങനെയാണ് ജീവിച്ച് മുൻപോട്ട് പോകേണ്ടത്, കൃപയിൽ നമ്മൾ എങ്ങനെ വളരണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരുപാട് മനുഷ്യരുടെ ഒരു ബുദ്ധിമുട്ടാണ് കൃപയിൽ ജീവിക്കാൻ പറ്റുന്നില്ല, നിലനിൽക്കാൻ പറ്റുന്നില്ല. ധ്യാനങ്ങൾ ഒരുപാട് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ അഭിഷേകം ആ സമയത്ത് പ്രാപിക്കുന്നുമുണ്ട്. എന്നാൽ ആത്മാവിൽ അങ്ങ് വളർന്ന് മുൻപോട്ട് പോയി പാപത്തെ, ജഡത്തെ തോൽപ്പിച്ച് മുന്നേറാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജഡം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്കെല്ലാവർക്കും ഉണ്ട്. ജഡത്തിന് ജഡത്തിൻ്റേതായ ഒരു താല്പര്യങ്ങളുമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി, ആ വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നമ്മളിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ ജഡീകരല്ല, പിന്നെയോ ആത്മീയരാണ്. അടുത്ത വചനം, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ ക്രിസ്തുവിനുള്ളവരല്ല. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ആത്മാവിൽ നമ്മൾ വചനത്തിലൂടെയും നമ്മൾ പ്രാർത്ഥനയിലൂടെയും കൂദാശയിലൂടെയും ആത്മാവിൽ ജനിക്കുന്നു, ആ ആത്മാവിൽ തുടർന്ന് നമ്മൾ ജീവിക്കുന്നു. ഇതാണ് ശരിക്കും ആത്മാവിലുള്ള ജീവിതം. എന്ന് വെച്ചാൽ മാനുഷികതയിൽ നമുക്ക് മാനുഷികമായ ചില ബലഹീനതകളുണ്ട്, പാപസ്വഭാവങ്ങളുണ്ട്, ജഡത്തിൻ്റേതായ താല്പര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് എപ്പോഴും ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കും. റോമാലേഖനം അതിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ 5 തൊട്ട് വായിക്കുമ്പോൾ ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അതിന് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ദൈവവചനം അനുസരിക്കാനോ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം ഉള്ളവരായി ജീവിക്കാനോ സാധ്യമല്ല. 2 രീതിയിലുള്ള മനുഷ്യരെ നമുക്ക് ലോകത്ത് കണ്ടെത്താൻ പറ്റും. ഒന്ന്, ജഡിക താല്പര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന മനുഷ്യർ. മറ്റൊന്ന്, ആത്മീയ കാര്യങ്ങളിൽ വലിയ ശുഷ്കാന്തി, വലിയ ഉത്സാഹം കാണിച്ച് തൻ്റെ ആത്മീയ കാര്യങ്ങളിൽ വലിയ തീക്ഷ്ണമതികളായി ജീവിക്കുന്ന ആളുകളെ നമുക്ക് ഭൂമിയിൽ വിശ്വാസികളുടെ സമൂഹത്തിൽ കണ്ടെത്താൻ സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ ആത്മാവിൽ ഉള്ളൊരു ജീവിതം നിരന്തരം നയിക്കണമെന്നുള്ളതാണ്. കാരണം ജഡിക താല്പര്യങ്ങളിൽ നമ്മൾ മുഴുകി ജീവിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ദൈവത്തിന് ശത്രുവായി തീരുകയാണ് ചെയ്യുന്നത്. കാരണം ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടില്ല, ദൈവത്തിൻ്റെ നിയമത്തിന് ദൈവവചനം അനുസരിക്കില്ല, ദൈവീക കൽപ്പനകൾ പാലിക്കാൻ പറ്റില്ല, ദൈവസ്നേഹത്തിൽ വളരാൻ പറ്റില്ല. അവരുടെ മനസ്സെപ്പോഴും ജഡികമായ കാര്യങ്ങളിൽ ഇങ്ങനെ ആർത്തി പൂണ്ടുകൊണ്ടിരിക്കും. അവരുടെ ജീവിതം അങ്ങനെ ജഡത്തിൻ്റെ നിയന്ത്രണത്തിലായിത്തീരും. അവരെ നിയന്ത്രിക്കുന്ന ജഡമാണ്, ജഡത്തിൽ വസിക്കുന്ന ആത്മാവാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ റോമാലേഖനം 7:19 പറയുന്നത്, നന്മ ഞാൻ ഇച്ഛിക്കുന്നു, എന്നാൽ ഞാൻ പ്രവർത്തിക്കുന്നത് തിന്മയാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. എനിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നുണ്ട്, നന്നായിട്ട് പ്രാർത്ഥിക്കണം, നല്ല ആത്മീയ ജീവിതത്തിൽ മുന്നേറണം, ആത്മീയമായി ആത്മാവ് എന്നെ എപ്പോഴും നയിക്കണം, ഇങ്ങനെയൊക്കെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റും മനസ്സുകൊണ്ട്. പക്ഷേ പ്രവർത്തിച്ചു വരുമ്പോൾ അതെല്ലാം ജഡത്തിൻ്റെ താല്പര്യങ്ങളുടെ ഭാഗമായിട്ട് മാറും.
ഹല്ലേലൂയ. പൗലോസ്ലീഹ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ഞാൻ ചെയ്യുന്നെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അപ്പം നമ്മുടെ മാനുഷികതയിൽ നമുക്ക് നമ്മുടെ തലമുറയായിട്ട് കൈമാറി കിട്ടുന്ന പാപമുണ്ട്, ജന്മപാപം ഇല്ലേ, അത് നമുക്ക് ലഭിക്കും. അതുപോലെ നമ്മൾ മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടവരായതുകൊണ്ട് മണ്ണിൻ്റേതായ ചില ഭാവങ്ങൾ നമ്മുടെ ശരീരത്തിൽ ചിന്തകളുണ്ടാകാം. അതാണ് ജഡികമായിട്ടുള്ള താല്പര്യങ്ങൾ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ജഡിക സ്വഭാവമുള്ള, മാനുഷിക സ്വഭാവമുള്ള, അതായത് പാപത്തോടും ലോകത്തോടും അമിതമായ താല്പര്യമുള്ള നമ്മുടെ ഈ മാനുഷിക ഭാവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവൻ കലരണം. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് അത് കൃപയുള്ള ജീവിതമായിട്ട് മാറുന്നത്. എന്ന് വെച്ചാൽ മാനുഷികതയിൽ ദൈവിക ജീവൻ ലയിച്ചു ചേർന്ന് മാനുഷികത ഒതുങ്ങിപ്പോവുകയും ദൈവികത ഉയർന്നു നിൽക്കുകയും ചെയ്യുക. അപ്പോഴാണ് ആത്മാവിലുള്ള ജീവിതമായി മാറുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ ദൈവം നമുക്ക് ചെയ്തു തരുന്ന ഒരു അനുഗ്രഹമാണ്. അത് ദൈവം നമുക്ക് തരും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ മാനുഷിക തലം കുറയുകയും ആത്മീയമായ തലം വളർച്ച പ്രാപിക്കുകയും ചെയ്യും. മാനുഷിക തലം എന്ന് വെച്ചാൽ ഒരു വ്യക്തി ആയി ആ വ്യക്തി നിലനിൽക്കും, പക്ഷേ ആ ജഡത്തിൻ്റെ താല്പര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. ജഡിക കാര്യങ്ങളോടുള്ള ആ ആസക്തി മാറും. ജഡിക താല്പര്യങ്ങളോടുള്ള ആ പാപസുഖങ്ങളോടുള്ള അമിതമായ ആവേശം വ്യത്യാസം വരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ മാനുഷിക ഭാവത്തിൽ, നമ്മുടെ മാനുഷികതയിൽ ദൈവത്തിൻ്റെ ജീവൻ കലരണം. ദൈവത്തിൻ്റെ ജീവൻ ആത്മാവാണ്, പരിശുദ്ധാത്മാവ്, കൃപ. അതുകൊണ്ടാണ് റോമ 8:9 നമ്മൾ വായിച്ചത്, ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി, എന്ന് വെച്ചാൽ ഇമോഷണലായിട്ട് കാണുന്ന ഒരു ദൈവാനുഭവം അല്ല. അതായത് ഒരു ചെറിയ തരിപ്പുണ്ടായി, ഒരു ചെറിയ ഭാഷാവരം കിട്ടി, അല്ലെങ്കിൽ ഭാഷാവരം മോശം എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്, മറിച്ച് ചെറിയ ഒരു ദൈവാനുഭവം അല്ല, ആത്മാവിൻ്റെ പ്രവർത്തനമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി നമ്മളിൽ വസിക്കുന്നെങ്കിൽ നമ്മൾ ജഡത്തിന് കീഴ്പ്പെട്ടവരല്ല, പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിൽ നയിക്കപ്പെട്ടവരായി നമ്മൾ മാറും. ഹല്ലേലൂയ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ മാനുഷികമായ ഭാവത്തിൽ, നമ്മുടെ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന മനുഷ്യ സ്വഭാവത്തിൽ, മാനുഷിക ജീവനിൽ കലർന്ന് ആ മാനുഷികതയെ ഒതുക്കി ദൈവികത ഉയർന്നു നിൽക്കണം. അതാണ് കൃപയിലുള്ള ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഈ കൃപ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. യോഹന്നാൻ 1:16 അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നമ്മളെല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് മാമോദീസയിലൂടെ ആ കൃപ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. സ്ഥൈര്യലാഭത്തിലൂടെ ആ കൃപ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. കുംഭസാരത്തിലൂടെ ആ കൃപ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. സർവോപരി വിശുദ്ധ കുർബാനയിലൂടെ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കുന്നതിലൂടെ ആ കൃപയെ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കൃപയ്ക്കുമേൽ കൃപ നമ്മൾ സ്വീകരിക്കുക എന്ന് വെച്ചാൽ ഒരു കൃപയല്ല, അതിന് മുകളിൽ വീണ്ടും കൃപ. അങ്ങനെ കൃപയുടെ സമൃദ്ധി കൊണ്ട് നമ്മുടെ ജീവിതം നിറയണം. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കു മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് ദൈവം സൗജന്യമായി ഈ കൃപാദാനം ചൊരിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കൃപ അന്വേഷിച്ച് ഓടി നടക്കേണ്ട. ആ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ സത്യത്തെ മനസ്സിലാക്കി, എൻ്റെ മേൽ ഈ കൃപ ചൊരിയപ്പെട്ടെന്ന് മനസ്സിലാക്കി ആ കൃപയെ പരിപോഷിപ്പിച്ചെടുക്കാൻ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുങ്ങി പ്രാർത്ഥിക്കുകയും ഒരുങ്ങി കൂദാശകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ആ കൃപ നമ്മളിൽ വളരും. അപ്പം നമ്മളല്ല പിന്നെ അധ്വാനിക്കുന്നത്, നമ്മളിലുള്ള ദൈവകൃപ അധ്വാനിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മാനുഷിക ഭാവങ്ങൾ പൊങ്ങി വന്ന്, നമ്മുടെ മാനുഷിക സ്വഭാവങ്ങൾ പൊങ്ങി വന്ന്, തിന്മയുടെ ഈ സ്വഭാവങ്ങൾ പൊങ്ങി വന്ന് ഈ പാപത്തിലേക്കോ ലോകസുഖങ്ങളിലേക്കോ വീണു പോകാതിരിക്കത്തക്ക വിധം ഈ കൃപ നമ്മളിൽ അധ്വാനിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് കൊരിന്തോസിലെ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വാക്യം ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. 2 കൊരിന്തോസ് 12:9. 2 കൊരിന്തോസ് 12:9.
പൗലോസ്ലീഹായ്ക്ക് ഒരു ബലഹീനതയെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു മാനുഷിക ഭാവമായിരിക്കാം, എന്താ നമുക്ക് വ്യക്തമല്ല. എങ്കിലും അത് മാറാൻ വേണ്ടി അദ്ദേഹം ഈ ശക്തനായ ഈ പൗലോസ് 3 പ്രാവശ്യം കർത്താവിനോട് പ്രാർത്ഥിച്ചു. മാറ്റിക്കൊടുത്തില്ല ഈശോ. അപ്പം അദ്ദേഹം വിഷമിച്ചിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് യേശു ക്രിസ്തു അദ്ദേഹത്തിന് കൊടുക്കുന്ന ഉപദേശം ഇങ്ങനെയാണ്: നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത്, പ്രകടമാകുന്നത്. നിനക്ക് എൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ നിൻ്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പിന്നീട് പൗലോസ് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു മാനുഷിക ഭാവം ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് അതങ്ങോട്ട് മാറിക്കിട്ടണം, എന്നിട്ട് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് ശുശ്രൂഷ ചെയ്യുക, അതായിരുന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. എന്തായാലും അത് ദൈവം മാറ്റിക്കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ ബലഹീനതയിലേക്ക് ദൈവത്തിൻ്റെ കൃപ ചൊരിഞ്ഞു. അപ്പോൾ എന്തായി? ആ ബലഹീനത ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന ഒരു കൃപയുടെ ആയുധമായിട്ട് മാറി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ഈ മാനുഷിക ഭാവത്തിൽ, ബലഹീനതകളിൽ, പാപ സ്വഭാവങ്ങളിൽ, നമ്മുടെ ഈ എടുത്തിയാട്ട സ്വഭാവങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ നിറയാൻ ദൈവം അനുവദിക്കും. അത് ദൈവം പൗലോസിൽ പറഞ്ഞതുപോലെ എൻ്റെ കൃപ ഞാൻ നിനക്ക് തരും, ആ കൃപയിൽ നീ അത് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ആ കൃപ നമ്മളിലേക്ക് നിറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നമ്മുടെ മാനുഷിക ഭാവത്തിൽ, മനുഷ്യജീവനിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആ ദൈവിക ചൈതന്യം, കൃപ നമ്മളെ മുൻപോട്ട് നയിക്കും. തിന്മയെ തോൽപ്പിക്കാൻ, പാപത്തെ തോൽപ്പിക്കാൻ, അശുദ്ധിയെ എതിർക്കാൻ ഈ ആത്മീയ ശക്തി നമുക്ക് ലഭിക്കും. അതാണല്ലോ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 12 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്. ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൽ നിഹനിക്കും. ജഡത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നില്ലെങ്കിൽ നീ ജീവിക്കുകയില്ല. എന്നുവെച്ചാൽ നമ്മുടെ താല്പര്യം ഇതാണ്: ലോകത്തുള്ള മൈത്രി, ലോകത്തുള്ള അറ്റാച്ച്മെൻറ്റ്, ലോകത്തിൻ്റെ സുഖങ്ങളുള്ള താല്പര്യം. ഇതിനെ നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ട്, ദൈവിക ജീവൻ കൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ നശിപ്പിച്ച് കളയുക. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് കൃപയിൽ അനുദിനം മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ചിലർ ചിന്തിക്കുന്നത് പോട്ടെ എന്ന് പറഞ്ഞാൽ പോകുന്ന ഒരു സംഗതിയല്ല പാപം. പാപം നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്ന എപ്പോഴാണ്? കൃപ നമ്മളിൽ സമർത്ഥമാകുമ്പോൾ പാപം നമ്മളിൽ കെട്ടടങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് പാപത്തെ നമുക്ക് മസിൽ പിടിച്ചോ ബലം പിടിച്ചോ ആ ആസക്തികളെ, ആ ആഗ്രഹങ്ങളെ മാറ്റാൻ പറ്റില്ല. അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. മാർക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വചനങ്ങളിൽ പറയുന്നത് എന്താ? മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, വ്യഭിചാരം, അശുദ്ധഭാഷണം, ദുർനടപ്പ് എല്ലാം ഇങ്ങനെ പൊങ്ങി വരികയാണ് ഉള്ളിൽ നിന്ന്. ഇത് അവനെ അശുദ്ധനാക്കി തീർക്കും. എന്നാൽ ഈ ഉള്ളിൽ നിന്ന് വരുന്ന ഈ മാനുഷികമായ ഈ ദുഷിച്ച ചിന്തകൾ, കൊലപാതക ചിന്തകൾ, പരസംഗങ്ങൾ, മോഷണം, കള്ളത്തരം, വ്യഭിചാരം, അശുദ്ധി, ദുർവിചാരങ്ങൾ, ഇതെല്ലാം ഉള്ളിൽ നിന്ന് ഈ മാനുഷികമായ ഈ സ്വഭാവത്തിൻ്റെ മീതെ അതിനെ തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു കൃപ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. 4-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ആ സമരിയാക്കാരി സ്ത്രീ ആ കിണറ്റിൻ്റെ കരയിൽ വെള്ളം കോരാൻ വന്നു. യേശു ആ സ്ത്രീയോട് ദാഹജലം ചോദിക്കുന്നു. ഈശോയോട് ആ സ്ത്രീ പറയാണ്, യഹൂദരും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ, പിന്നെ നീ എന്തിനാണ് എന്നോട് വെള്ളം ചോദിക്കുന്നത്? ഉടനെ ഈശോ ആ സ്ത്രീയോട് പറയുന്നൊരു കാര്യമുണ്ട്: ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ, നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. എന്ന് വെച്ചാൽ എന്താ? ദൈവത്തിൻ്റെ ജീവൻ ഈ സ്ത്രീയുടെ മാനുഷിക പാപത്തിലേക്ക് ദൈവം ഒഴുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അത് കൊടുക്കുന്ന കാര്യമാണ് ഈശോ അവിടെ പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ ഈ സ്ത്രീ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ആ വെള്ളം എനിക്ക് തരൂ, ഞാൻ വെള്ളം കോരാനോട് വരണ്ടല്ലോ. ഈശോ ഉദ്ദേശിച്ചൊന്ന്, ഈ സ്ത്രീ ഉദ്ദേശിച്ച് വേറൊന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും ഈശോ ആ സ്ത്രീയോട് പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും ദാഹിക്കും, എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല.
എൻ്റെ സഹോദരങ്ങളെ, കിണറ്റിലെ വെള്ളത്തെക്കുറിച്ചല്ല ഈശോ സൂചിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഈ സ്ത്രീയുടെ ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന ഈ മനസ്സിലേക്ക്, ഈ ആത്മാവിലേക്ക്, ഈ മാനുഷികതയിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ, കൃപ, ദൈവത്തിൻ്റെ ചൈതന്യത്തെ ഒഴുക്കുക. അപ്പോൾ അവളുടെ ജഡത്തിൻ്റെ താല്പര്യങ്ങളെ തോൽപ്പിക്കാൻ അവൾക്ക് സാധിക്കും. പിന്നീട് അവൾക്ക് ഈ ജഡിക താല്പര്യങ്ങൾ ഉയർന്നു വരത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്കൂ, അത് യാഥാർത്ഥ്യമാണ്. ആ സ്ത്രീ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആ കൃപയിലേക്ക് ഒരു നിമിഷം വളർന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവളുടെ കുടം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോകുന്ന രംഗം നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാനും നിങ്ങളുമൊക്കെ പാപം ചെയ്യാതിരിക്കാൻ കുറേ ബലം പിടിക്കുന്നതിലല്ല കാര്യം, മറിച്ച് കൃപ സമൃദ്ധമാകാൻ വേണ്ടി നമ്മൾ കൂദാശകൾ ഒരുക്കത്തോടെ സ്വീകരിക്കുകയും നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മേൽ ഭരണം നടത്തുന്ന മാനുഷിക തലത്തിലുള്ള ജഡിക താല്പര്യങ്ങളെ തോൽപ്പിച്ച് ആത്മാവിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളമാണെങ്കിൽ ആ ഗ്ലാസ്സിനകത്ത് ബാക്കി വായു ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആ ഗ്ലാസ്സിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ അളവ് കുറയും. ആ ഗ്ലാസ്സിൽ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് വായുവിൻ്റെ അളവ് കൂടും. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കമ്പയർ ചെയ്യുക. എന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ കൃപയുടെ അളവ് കൂടി നിൽക്കുന്നതിനനുസരിച്ച് ലോകത്തോടും പാപത്തോടുള്ള നമ്മുടെ താല്പര്യം കുറഞ്ഞിരിക്കും. എന്നാൽ നമ്മളിൽ കൃപയുടെ അളവ് താഴ്ന്നു നിൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോപം വരും, പെട്ടെന്ന് എടുത്തിയാടും, നമ്മൾ പെട്ടെന്ന് വയലൻ്റ് ആവും, നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും, വിമർശിക്കും, കുറ്റം പറയും. ശാന്തത നമുക്ക് കൈമോശം വന്നു പോകും. അതാണ് കൃപയും ഈ കൃപയില്ലാത്ത അവസ്ഥയും നമ്മളുടെ വ്യത്യാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ ഈ കൃപ ഇങ്ങനെ വർദ്ധിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു പാപത്തെ, ഒരു അശുദ്ധമായ ഒരു ചിത്രം കണ്ടാൽ നമുക്കൊന്നും തോന്നില്ല. ഒരു മ്ലേച്ഛമായ ഒരു പടം കണ്ടാൽ നമുക്കൊന്നും തോന്നില്ല. അല്ലെങ്കിൽ ഒരു പാപ സാഹചര്യം വന്നാൽ അതിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കൃപ നമ്മളെ നയിക്കുമ്പോൾ സംഭവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മുടെ അധ്വാനം കൊണ്ടല്ല, ദൈവം നമ്മളിൽ നിവേശിപ്പിക്കുന്ന ഈ ദൈവിക ജീവൻ നമ്മുടെ ജീവനിൽ കടന്നു കഴിയുമ്പോൾ ആ കൃപ നമുക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് നമ്മൾ ബലം പിടിച്ചിട്ടല്ല. അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ പാപത്തെ തോൽപ്പിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത് കൃപ സമൃദ്ധമായിട്ട് വളരാൻ അനുവദിക്കുക എന്നുള്ളതാണ്. കൃപ വളരണം. അങ്ങനെ കൃപയിൽ നമ്മൾ വളർന്ന് ആത്മാവിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ജഡം തോറ്റുപോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ആത്മീയമായി ജീവിക്കുന്ന ആളുകൾ, ആത്മീയ ലെവലിൽ വളർന്നു നിൽക്കുന്ന ആളുകൾ ഒരിക്കലും മറ്റുള്ളവരെ നമ്മൾ മോശമായിട്ട് കണക്കാക്കരുത്. കാരണം അവരിൽ ഈ കൃപയുടെ സമൃദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് അവർ പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. അവരിൽ കൃപ സമൃദ്ധമായാലോ അവരും വിശ്വാസത്തിലും വിശുദ്ധിയിലും ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരായിട്ട് മുൻപോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അത് പൗലോസിലേക്ക് മനസ്സിലായി. അത് ദൈവം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ്. മറ്റുള്ളവരെല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു. അദ്ദേഹം പറയാണ് തുടർന്ന്, മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവജനഭാഗമാണ് അത്. അദ്ദേഹം പറയാണ് 1 കൊരിന്ത്യർ 15-ന്റെ 10-11 വാക്യങ്ങളിലാണ്. അതായത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് എന്ന് വെച്ചാൽ വളരെ വലിയ പ്രേക്ഷിതനാണ് അദ്ദേഹം. വലിയ വിജാതിയുടെ അപ്പസ്തോലനാണ് അദ്ദേഹം. വലിയ അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിലൂടെ ദൈവം ചെയ്തിട്ടുണ്ട്. 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട, ആത്മാവിലോ ശരീരത്തിൽ നിന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഉയർത്തപ്പെട്ടു എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, അതുപോലെ ലോകത്തിൻ്റെ ജെറൂസലേം മുതൽ ഇല്ലിറിക്കോൺ വരെ വലിയ തീക്ഷ്ണതയോടെ ഓടി ഒരുപാട് വിജാതീയ സഭകൾ വിജാതീയരെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ച് സഭകൾ സ്ഥാപിച്ച ഈ ധീരനായ ഈ പൗലോസ് അപ്പസ്തോലൻ പറയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം. ഇന്ന് ആത്മീയമായി നീ അല്പം വളർച്ച പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ആത്മീയമായി ജഡത്തിൻ്റെ താല്പര്യങ്ങളെ തോൽപ്പിച്ച് ആത്മാവിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അത് ദൈവം നമ്മളിൽ നിവേശിപ്പിച്ചിരിക്കുന്ന ഈ കൃപയുടെ ശക്തി കൊണ്ടാണ്, നമ്മുടെ കഴിവുകൊണ്ടല്ല. അതുകൊണ്ടാണ് പൗലോസിനെ പറയുന്നത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു. ശരിയാണ്.
ഏറ്റവും കൂടുതൽ സഭകൾ സ്ഥാപിച്ച അദ്ദേഹമാണ്. ഏറ്റവും കൂടുതൽ വിജാതീയരെ സുവിശേഷം അറിയിച്ച അദ്ദേഹമാണ്. മറ്റെല്ലാ അപ്പോസ്തലന്മാരെക്കാൾ കൂടുതൽ ഈ പൗലോസ് അധ്വാനിച്ചു. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ്, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആത്മാവാണ് ഇദ്ദേഹത്തിലൂടെ പ്രവർത്തിച്ചത് എന്ന് സാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ആത്മാവിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് അധ്വാനിക്കാതെ തന്നെ നമുക്ക് ആത്മീയമായ വളർച്ച പ്രാപിക്കാൻ പറ്റും. മാത്രമല്ല, ഈ ഭൗതിക ലോകത്തിലെ സുഖസൗകര്യങ്ങളെ, ജഡിക താല്പര്യങ്ങളെ, ജഡത്തിൻ്റെ മോഹങ്ങളെയൊക്കെ തോൽപ്പിച്ച് ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ് ജീവിക്കുന്നത്. നമ്മൾ നിയമം നൽകുന്ന ഭാരമേറിയ ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നവരല്ല, നിയമത്തിൻ്റെ ഭാരം ചുമന്ന് നടക്കുന്നവരല്ല, മറിച്ച് കൃപയുടെ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ടവരാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ആത്മാവിലുള്ള ജീവിതം. അവിടെ സമാധാനമുണ്ട്, അവിടെ അതാണ് ഗലാത്യക്കാർക്ക് എഴുതുമ്പോൾ 5-ാം അധ്യായം 22-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഗലാത്യ 5:22. ആത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. അവ സ്നേഹം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആത്മസംയമനവും. ഈ ഫലങ്ങളാണ് ആത്മാവിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ജഡീയമായി ജീവിക്കുന്നവരോ, അവർക്ക് മദ്യപാനം, മധുരോത്സവം, അശുദ്ധി, മ്ലേച്ഛത, ദുർവൃത്തി, പരസംഗം, ദുർമോഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, അസൂയ, കൊലപാതകം, ഇങ്ങനെ ഒരുപാട് ജഡത്തിൻ്റേതായ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നാം ആത്മീയ മനുഷ്യരായിട്ടാണോ മുന്നോട്ട് പോകുന്നത്? കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നമ്മളിൽ വസിച്ച് നമ്മളൊരു ആത്മീയ മനുഷ്യരായിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അതോ ജഡമാണോ നമ്മളെ മുൻപോട്ട് നയിച്ചിരിക്കുന്നത്? ജഡത്തിൻ്റെ താല്പര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ആത്മാവിൻ്റെ ഫലങ്ങളും എല്ലാവർക്കും അറിയാം. ഒരു വ്യക്തിയെ ആത്മാവിലാണ് ജീവിക്കുന്നെങ്കിൽ, കൃപയിലാണ് ജീവിക്കുന്നെങ്കിൽ, ആ വ്യക്തിക്ക് ആത്മീയ കാര്യങ്ങളോട് വലിയ ശുഷ്കാന്തിയായിരിക്കും. അത് നമുക്ക് ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പള്ളിയിൽ വരുന്നവരെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, വിശ്വാസികളെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ചിലർക്ക് ആത്മീയ കാര്യങ്ങളെന്ന് വെച്ചാൽ സ്വന്തം ജീവനേക്കാൾ പ്രാധാന്യത്തോടെ അവരതിനെ കാണും. ദൈവീക കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുർബാനയ്ക്ക് പോകാൻ അവർക്ക് തീഷ്ണതയുണ്ട്, കുമ്പസാരിക്കാൻ അവർക്ക് തീഷ്ണതയുണ്ട്, ബൈബിൾ വായിക്കാൻ തീഷ്ണതയുണ്ട്, പ്രാർത്ഥിക്കാൻ തീഷ്ണതയുണ്ട്, ദാനധർമ്മം ചെയ്യാൻ തീഷ്ണതയുണ്ട്, വിശുദ്ധി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ച് സ്വപ്നമുണ്ട്, കർത്താവിനെ സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സ് ഈ ആത്മാവ് അവർക്ക് അനുദിനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഓർക്കാനും ധ്യാനിക്കാനും സ്വന്തം ജീവിതത്തിലെ കുറവുകൾ തിരുത്താനുമുള്ള ഒരു വലിയൊരു ശുഷ്കാന്തി ഇവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എന്നാൽ ജഡികമായ താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്നവരോ, അവർക്കൊരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാവില്ല. അവർ പ്രാർത്ഥിക്കാതിരുന്നാൽ എപ്പോഴും ക്ഷീണമായിരിക്കും, മടുപ്പായിരിക്കും. ടി വിയുടെ മുമ്പിൽ എത്ര സമയം വേണമെങ്കിലും അവർക്ക് ഇരിക്കാൻ പറ്റും, സീരിയൽ കണ്ടുകൊണ്ട് എത്ര സമയം വേണമെങ്കിലും ഇരിക്കാൻ പറ്റും. കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ അല്പം മദ്യം കഴിച്ച് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ മണിക്കൂറുകൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ഒരു കുർബാനയ്ക്ക് ഇരുന്നാൽ പല വിചാരങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഏകാഗ്രത നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ചിന്ത പോയി അവർ അലസമായ മനസ്സോടെ ആ കുർബാനയെ സംബന്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ അവർക്കതിന് സാധ്യമല്ല. അല്പനേരം മുട്ടുകുത്തി നിന്നാൽ അപ്പം തന്നെ അവരുടെ ശരീരം ഭയങ്കര ക്ഷീണത്തിലേക്ക് പോകും. ഒന്ന് കൈ ഉയർത്തി പിടിക്കാൻ അവർക്ക് പറ്റില്ല, ഒന്ന് കൈയടിക്കാൻ പറ്റില്ല. ആത്മാവിൽ ജീവിക്കുന്നവരുടെ പ്രവൃത്തികളൊന്നും ജഡികമായി ജീവിക്കുന്നവർക്ക് ചെയ്യാത്ര എളുപ്പമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആത്മീയരാണോ ജഡീയരാണോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മാവിൽ ജീവിക്കാം. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കൾ. അത് മറക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവരാണോ? അതോ സദാസമയം ജഡികമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവരാണ് നിങ്ങൾ? എങ്കിൽ നമുക്ക് മടങ്ങാം. ഈശോ സമരക്കാരോട് പറഞ്ഞ കാര്യം ഓർക്കുക. ഈ ലോകത്തിൻ്റെ ജഡിക താല്പര്യങ്ങളിൽ എത്രമാത്രം മുഴുകിയിരുന്നാലും നിനക്കൊരു സന്തോഷ സമാധാനം അനുഭവിക്കാൻ പറ്റില്ല.
അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ ആത്മീയ ആത്മാവ് കൃപ നമ്മളിലേക്ക് നിറഞ്ഞു കഴിയുമ്പോഴോ എല്ലാ കാര്യങ്ങളിലും നമുക്ക് സന്തോഷിക്കാൻ പറ്റും. രോഗം വന്നാലും ദുഃഖം വന്നാലും തകർച്ച വന്നാലും സമ്പത്തില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും കഴിവില്ലെങ്കിലും ആത്മാവിൽ വലിയൊരാനന്ദത്തിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഹല്ലേലൂയ. അതാണ് ഈ കൃപയിലുള്ള ജീവിതം. അതാണ് കൃപയിൽ ജീവിക്കുമ്പോൾ ഒരു വ്യക്തിക്കുള്ള ഈ ഭൂമിയിലെ ആശ്വാസം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ പരിപോഷിപ്പിക്കാം. അനുദിനം പ്രാർത്ഥിച്ചും കൂദാശകൾ സ്വീകരിച്ചും സഭയോട് ചേർന്ന് നിന്നും സഭാത്മകാര്യങ്ങളിൽ തീഷ്ണമതികളായി തീർന്നുകൊണ്ട് നമ്മളിൽ ദൈവം നിവേശിപ്പിച്ച ഈ കൃപയെ വളർത്തിയെടുത്ത് ആത്മാവിൽ ആനന്ദിച്ച് സന്തോഷിച്ച് ആത്മീയ മനുഷ്യരായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അധ്വാനിക്കേണ്ട, നമ്മളുടെ കൃപ നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് വേണ്ടി അധ്വാനിക്കും. പാപത്തിൽ നിന്നും പാപസുഖങ്ങളിൽ നിന്നും ഈ കൃപ നമുക്ക് വേണ്ടി അധ്വാനിക്കും. ഹല്ലേലൂയ. പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു എന്ന് വെച്ചാൽ ഈ പാപജടിയ അവസ്ഥകളിൽ നിന്ന് അവർക്ക് മോചനം കൊടുക്കാൻ ദൈവം തൻ്റെ കൃപ സമൃദ്ധമായ വ്യക്തിയിലേക്ക് കൊടുത്തപ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റി. ദൈവത്തോട് പ്രാർത്ഥിക്കൂ, ഓരോരുത്തരും പ്രാർത്ഥിക്കൂ, ഈ കൃപ എനിക്ക് നൽകണമേ, ഈ കൃപയിൽ ജീവിക്കാൻ അനുഗ്രഹിക്കണമേ, ഈ ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ഈശോയോട് പ്രാർത്ഥിക്കുക. കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവമേ, എൻ്റെ മേൽ കൃപ സമൃദ്ധമായിട്ട് ചൊരിയണമേ. കൃപ എനിക്ക് വേണ്ടി അധ്വാനിക്കട്ടെ, കൃപയിൽ ഞാൻ വളരട്ടെ. അങ്ങനെ ഒരു നല്ല ആത്മീയ മനുഷ്യനായി എൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഇടവരുത്തണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ. ആത്മീയ മനുഷ്യനായി മുന്നോട്ട് പോകാൻ എന്നെ അനുഗ്രഹിക്കണമേ. ദൈവം നിങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി കൃപയിൽ നയിക്കട്ടെ. ആമേൻ.